ഇന്ന് നമുക്ക് 21ാം നൂറ്റാണ്ടിൽ നിന്നും കുറച്ച് നൂറ്റാണ്ട് പിന്നോട്ട് പോവാം. കുറച്ച് നൂറ്റാണ്ട് മുന്നേയുള്ള ചിന്താഗതികൾ ഇപ്പോഴും നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന കുറച്ച് ആളുകളെ പരിചയപ്പെടാം. സൂംബ ഡാൻസ് സ്കൂളുകൾ നടത്തണോ വേണ്ടേ എന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ആദ്യത്തെ ഒരു ചോദ്യം, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ നമ്മൾ റോഡ് ഉണ്ടാക്കുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനം നടത്താറുണ്ട്. നമ്മൾ റോഡുകൾ കൊണ്ടുവരുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്ന പോലെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് കൊണ്ടുവരുമ്പോൾ മനസ്സിന് ആഘാതം ഉണ്ടാവുന്ന എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെന്നറിയോ? അവരെ പറ്റി ആരെങ്കിലും ഒന്ന് ആലോചിച്ചാ? അതിനെക്കുറിച്ച് ചില അധ്യാപകരുടെ പ്രതികരണങ്ങൾ വന്നു. ആ അധ്യാപകർ പറയുന്നത് ഞാനത് ചെയ്യൂല, എൻ്റെ കുട്ടീനെ ഞാനത് പഠിപ്പിക്കൂല, ഗവൺമെന്റ് എന്താ വെച്ചാൽ നടപടി എടുത്തോന്നാണ്. കാര്യം കുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനും പിന്നെ ലഹരി ചിന്തകളിൽ നിന്ന് കുട്ടികളുടെ ചിന്തന മാറ്റാനും വേണ്ടിയിട്ടാണ് സൂംബ കൊണ്ടുവന്നത്. ആ ഒരു തീരുമാനത്തിന് കേരളത്തിലെ എല്ലാ സ്കൂളുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചു. ബട്ട് നമ്മുടെ മതപണ്ഡിതന്മാർ അസ്വസ്ഥരാണ് ഗൈസ്. സൂംബയുടെ പേരിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് തുള്ളാനോ? എന്താ കഥ? ഒറ്റ റീസൺ ആണ് ഗവൺമെന്റ് പ്രതിനിധികൾ പറയുന്നത്. അത് മാനസികമായ ഉല്ലാസം അല്ലെങ്കിൽ എനർജറ്റിക് ആയി കുട്ടികളെ നിർത്താൻ ആണിത് കൊണ്ടുവരുന്നതാണ്. സൂംബ കളിച്ച് വല്ലാണ്ട് മാനസിക ഉല്ലാസം കൂട്ടാൻ ആരും വിചാരിക്കണ്ട കേട്ടാ. അത് ഈ കുറഞ്ഞുള്ള പഠിപ്പ് മതി. പഠിക്കാൻ വിടുന്നത് തന്നെ ഭാഗ്യം കണക്കാക്ക്. പഠിക്കാൻ വിടാന്നുള്ള വിപ്ലവകരമായ തീരുമാനം ഞമ്മന്റെ ടീംസ് എടുത്തില്ലേ? അതിന്റെ ഉള്ളിൽ കൂടെ കിടന്നിട്ട് തുള്ളാൻ ആരും വിചാരിക്കണ്ട. നട്ടക്കൂല മക്കളെ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. സൂംബ ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ സാർവത്രികമായ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അപ്പൊ അതൊരു വിവാദമാകേണ്ട കാര്യം സത്യത്തിലില്ല. യുവജന സംഘടനകളൊക്കെ സൂംബേനെ സപ്പോർട്ട് ചെയ്യുന്നു. KSU, യൂത്ത് കോൺഗ്രസ്, DYFI. ഇനി നമ്മുടെ മതപണ്ഡിതന്മാർ എന്ത് പറഞ്ഞു പിടിച്ചു വെക്കുമല്ലയ്യ? ഞങ്ങളുടെ പിഞ്ചു മക്കളെ സൂംബയുടെ കരാള ഹസ്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരുമില്ലേ എവിടെ? വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? കുട്ടികളുടെ സന്തോഷം എന്ന് പറയുന്നത് ചെറുപ്പകാലത്ത് കുട്ടികൾക്ക് സന്തോഷമുണ്ടാക്കുന്ന പല പ്രവർത്തനങ്ങളും അതിന്റെ പ്രത്യാഘാതം അറിയാതെ അവർ ഏറ്റെടുത്തു എന്ന് വരും. ഉദാഹരണമായി മഴക്കാർ വന്നാൽ കുട്ടികൾ കലക്ടർ സ്കൂളിന് അവധി പ്രഖ്യാപിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അത് കുട്ടികൾക്ക് വലിയ ആഹ്ലാദമുള്ള കാര്യമാണ്, വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും അവധി പ്രഖ്യാപിക്കുക എന്ന കുട്ടികളുടെ താല്പര്യത്തിലേക്ക് ഒരിക്കലും ഒരു കലക്ടറോ അല്ലെങ്കിൽ ഗവൺമെന്റോ പോവില്ലല്ലോ. ആർക്കൊന്നും മനസ്സിലായില്ല അല്ലെ? സൂംബ ഡാൻസ് സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. അതിനൊറ്റ റീസണേ ഉള്ളൂ, ആണും പെണ്ണും അടുത്തടുത്ത് നിന്ന് തുള്ളുന്നു. നിങ്ങളൊക്കെ നോക്കിക്കോ, നിങ്ങളൊക്കെ നരകത്തിൽ പോകേണ്ടി വരും. നോക്കിക്കോ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറിട്ട് നടത്തുക എന്നുള്ള നിർദ്ദേശങ്ങളൊന്നും ഇതിൽ പ്രായോഗികമല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. അതുകൊണ്ട് ഇത്തരമൊരു പദ്ധതി പാടെ ഉപേക്ഷിക്കുകയും. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടില്ല എന്നാ ഈ സൂംബ എന്തിട്ട് കൊണ്ടുവരണ്ടാന്ന് ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടാ. ഹേ ഗൂഗിളം അവൻ പറഞ്ഞു കൊടുക്ക അങ്ങോട്ട്. കൃത്യമായതിന് മറുപടി കിട്ടും. നെറ്റിലൊക്കെ കാണാൻ കഴിയും. വാട്ട് കൈൻഡ് ഓഫ് ഡാൻസ് ഇസ് സുംബ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നത് 70% ലാറ്റിൻ മ്യൂസിക് ആണ് അതിലുള്ളത്. കണ്ട വെറുതെ ആണോ പണ്ഡിതൻ വിളിക്കണത്? കേട്ട് പഠിക്കാൻ കേട്ട്. അപ്പൊ പാശ്ചാത്യ മ്യൂസിക്കുകളും നമ്മുടെ കുട്ടികളുടെ സ്വഭാവം തമ്മിൽ നമ്മുടെ നാടിന്റെ സംസ്കൃതിക്ക് യോജിക്കാത്ത പലതും അതിലുണ്ട്. അതെന്താ പാശ്ചാത്യ മ്യൂസിക് നിങ്ങളെ പിടിച്ച് കടിച്ച? ബെല്ലി ഡാൻസ് എന്ന് പറയുന്നത് നിതംബം കുലുക്കി സ്ത്രീകൾ തുള്ളുന്ന ഒരു പ്രത്യേക നൃത്തമാണെന്ന് അതിന്റെ അർത്ഥം പരിശോധിച്ചാൽ അറിയാം, ആശയം പരിശോധിച്ചാൽ അറിയാം. അത്തരമൊരു അവസ്ഥയിലേക്ക് ഈ ചെറുപ്പകാലത്തെ കുട്ടികളെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ വരട്ടെ. നമ്മുടെ പണ്ഡിതന്മാര് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ചെറുതായിട്ടൊന്ന് സ്പെല്ലിംഗ് മാറിപ്പോയോ എന്നൊരു സംശയം. സൂംബയ്ക്ക് പകരം സാംബ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ സൂംബ ഡാൻസ് എന്ന് പറഞ്ഞപ്പോ മനസ്സിൽ ബെല്ലി ഡാൻസിന്റെ കാര്യം ഓർമ്മ വന്നിട്ടുണ്ടാവും. അല്ലാണ്ട് ഇപ്പൊ ഈ സൂംബ ഡാൻസ് എന്ന് കേട്ടപ്പോഴത്തേക്കും അല്പവസ്ത്രധാരണം എന്നുള്ള അറിവ് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? മതേതരത്വത്തോടും സാമൂഹ്യ സാഹചര്യത്തോടും ഒക്കെ കടപ്പെട്ടുകൊണ്ടും അതിനോടൊക്കെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമ്പോഴും ജെൻഡർ ന്യൂട്രാലിറ്റിയെ ശക്തമായി നിർത്തും. സൂംബ ഡാൻസ് വഴി ജെൻഡർ ന്യൂട്രാലിറ്റി, അതായത് ആണും പെണ്ണും ഒന്നാണെന്നുള്ള ചിന്ത കൊണ്ടുവരാന്നും വിചാരിക്കേണ്ട മക്കളെ. ആണുങ്ങളുടെ എത്രയോ കീഴിലാണ് പെണ്ണുങ്ങള്. സോ ന്യൂനപക്ഷ സംഘടനകളുടെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം പുതിയ തലമുറനെ പുതിയ രീതിയിൽ ജീവിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല. നമ്മളെപ്പോഴും പുതിയ കാലത്തെ ചിന്തകൾ, പുതിയ കാലത്തെ ആസ്വാദനങ്ങൾ, അതിനെല്ലാം കണ്ടുകൊണ്ടും അതിന്റെ ഭാഗമായിട്ടല്ലേ ഒരു സമൂഹം മുന്നോട്ട് പോകേണ്ടത്. അതിനൊരു ബുദ്ധി വേണം, അതിവനില്ല. അപ്പൊ തുടക്കത്തിൽ പറഞ്ഞ 21ാം നൂറ്റാണ്ടിലേക്ക് എത്താത്തവരെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും പലരും പറയുന്ന സോ കോൾഡ് ഡയലോഗ് വീണ്ടും പറയാണ്. എന്നാണാവോ ഇവർക്കൊക്കെ 21ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടാൻ പോണത്?